ഹായ് ഗൈസ്, എല്ലാവർക്കും ഞങ്ങളെ യൂട്യൂബിലേക്ക് സ്വാഗതം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് മോക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പം ഇന്നലെ ഇല്ല ഇന്നും ഇല്ല. അതുകൊണ്ട് അപ്പോൾ മോള് പറഞ്ഞ നമുക്കൊരു വ്ളോഗ് ചെയ്ത് നോക്കാം. ഞങ്ങൾ ചെറിയ ഷോർട്സ് ഒക്കെയാണ് ഇടല്. അപ്പം എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് പറയണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിന്ന് വൈകുന്നേരത്തെ ചായ, പഴംപൊരിയും ചായയും ഉണ്ടാക്കാം. അപ്പോൾ അതൊരു ചെറിയ വ്ളോഗ് പോലെ ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സ്പെഷ്യൽ പഴംപൊരിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നീ എന്ത് തേങ്ങയായി പറയുന്നത്? തേങ്ങ അണ്ണാ പുള്ളി കൺഫ്യൂസ്ഡ് ആണ്. പഴംപൊരിയിൽ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. തുടങ്ങിയാലോ? ഇവിടെ മൈദപ്പൊടി എടുക്കണ്ടോന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എടുത്ത് കൊടുക്കാമെന്ന്. കൂടുതൽ എടുത്തിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ മതിയാവൂല്ലേ? മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ളതല്ല, നമുക്ക് തന്നെ മൂക്കും ഞാനും മാത്രമല്ലേ ഉള്ളൂ ഇപ്പോൾ കഴിക്കാനുള്ളൂ. അപ്പോൾ വെറുതെ കുറച്ച് മഞ്ഞപ്പൊടിയിൽ കുറവ് തോന്നിയിട്ട്, കളർ കുറവേ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടോ. എല്ലായിടത്തിലും മഴയൊക്കെ ഉണ്ടോ? നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? എല്ലാവരും സേഫാണോ? എന്താണ് സ്ഥിതികൾ? എല്ലാവരും പറയണേ എന്താ എങ്ങനെയാന്നൊക്കെ. ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ മഴ ഇല്ല. വൈകുന്നേരം ആയിട്ടുണ്ട്, 4:30 ആയിട്ടുണ്ട് സമയം. ഇന്നിപ്പോൾ ഇവിടെ മഴ ഇല്ല. നേരത്തെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു. ഈ മാവ് ഞാൻ ഏകദേശം ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്കൊരു 3-4 വെച്ച് നോക്കല്ലേ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് ബാക്കിയില്ല, ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇപ്പം ഏതിൽ വെക്കണോ? ഇതിൽ വെക്കല്ലേ? അങ്ങനെ ആ സമയം കൊണ്ട് നമുക്ക് ഞങ്ങൾ എയർ ഫ്രയറിൽ കുറച്ച് പഴംപൊരി ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണയിലിട്ട് പോയി അല്ലേ. ഇത് ഞങ്ങൾ മീഷോന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടോ അത് എങ്ങനെയാണ്. അപ്പോൾ മോക്കിത് ഇപ്പോഴേ പൊട്ടിച്ചാലേ മതിയാവുള്ളൂ. ഇത് ഗ്ലാസിൻ്റെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് അമ്മയെ വന്നത് നോക്കാൻ വെക്കെന്നും പറഞ്ഞു കണ്ട് അയച്ചു നോക്കാം. എന്താണ് വെള്ളം ഒഴിച്ചു വെക്കാനേ, മഴയത്ത് വെള്ളം തിളപ്പിച്ചും കണ്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങി. വെള്ളം ഒഴിച്ചു വെക്കാനേ, മഴയത്ത് വെള്ളം തിളപ്പിച്ചും കണ്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിയതാണിത്. ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം നമ്മൾ. വെള്ളം ഒന്ന് നിറച്ച് നോക്കുക എങ്ങനെയുണ്ട്. വെള്ളം നിറച്ചുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ലീക്ക് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ വിചാരിച്ചത്, എങ്ങനെയാണെന്നൊന്ന് അറിയണമല്ലോ. സാധനം ഇടുക. അപ്പം ഇത് നമുക്ക് ഒന്ന് കഴുകിയിട്ട് ഉപയോഗിക്കാം. കഴുകിയിട്ട് കുറച്ച് എന്തെങ്കിലും മുകളിൽ വെക്കേണ്ടി വരില്ല. അതിങ്ങനെ നമുക്ക് എപ്പോഴും എടുക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു എന്തെങ്കിലും ഹൈറ്റുള്ള മുകളിൽ വെച്ചിട്ട് ഒരു സ്ഥലത്ത് തന്നെ വെക്കല്ലേ. അങ്ങനെ കൊണ്ടുപോയെടുക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ പാല് കേട്ടോ വാങ്ങി വെക്കാറ്. ഞാൻ ഒന്നിച്ച് വാങ്ങി വെക്കുമ്പോഴല്ലേ ചിലപ്പോൾ ഒക്കെ ഇവിടുത്തെ കട്ടയായിപ്പോൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാൻ സുഖമാണല്ലോ. അപ്പം ഞാൻ പഴംപൊരി വമ്പൻ ഫ്ലോപ്പായി. അനുഭവം കൊണ്ട് പറയണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോകരുത്. എന്തായാലും വേണ്ടില്ല, എന്താണ് മാറ്റി പഴംപൊരി എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പഴംപൊരി നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം, വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഇത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ, ഞങ്ങളെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം നമുക്കിത് നോക്കാം.